നമുക്കൊരു മട്ടൻ കറിയുടെ റെസിപ്പി നോക്കിയാലോ? ബാ. അപ്പോൾ ദേ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇന്നൊരു മട്ടൻ കറി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. വീട്ടിൽ ഏകദേശം ഞാൻ ഒരു 3-4 പ്രാവശ്യം ഉണ്ടാക്കി ഓൾമോസ്റ്റ് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി ഡിഷാണ് കേട്ടോ. ഫാമിലി മൊത്തം അപ്രൂവ് ചെയ്തു, സൂപ്പറാണെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ 100% ഗ്യാരണ്ടി ആയിട്ടുള്ള ഒരു അടിപൊളി കറിയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് മട്ടൻ കിട്ടിയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഒപ്പം നെല്ലി, അതിൻ്റെ എല്ലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ലപോലെ വാഷ് ചെയ്യുക. ചിലപ്പോൾ അതിൻ്റെ ആ ഒരു രോമവും മണ്ണൊക്കെ കാണും. അപ്പോൾ നല്ലപോലെ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് ചെറിയൊരു മസാല വേണം. കുറച്ച് ഇഞ്ചി, കുറച്ച് കൂടുതൽ വെളുത്തുള്ളി, ഒരു 2 പച്ചമുളക് ഇതിന് നല്ല എരിവുള്ള കാരണം 2 ചേർത്തുള്ളൂ. അതിൻ്റെ കൂടുതൽ വേണമെങ്കിൽ അതിൻ്റെ കൂടുതൽ ചേർക്കാം. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടിയാണ് കേട്ടോ ഞാനിവിടെ ചേർത്ത്. ശേഷം കുറച്ച് വെള്ളം ചേർത്ത് നല്ലോണം ഒന്ന് പേസ്റ്റാക്കി അരച്ചെടുക്കുക. നമ്മൾ കുറച്ച് കൂടുതൽ കുരുമുളക് ഉണ്ടല്ലോ, അതങ്ങനെ ചേർക്കുകയാണെങ്കിലാണ് കുറച്ചും കൂടെ അടിപൊളി ടേസ്റ്റ് കിട്ടുന്നത്. അല്ലാതെ ഈ പൊടി ചേർത്താലും കുഴപ്പമില്ല, പക്ഷെ കുറച്ചും കൂടെ നമ്മുടെ കുരുമുളക് കിട്ടുകയാണെങ്കിൽ ചേർക്കുക. എൻ്റെ കയ്യിൽ അപ്പോൾ അത് അവൈലബിൾ ആയിരുന്നില്ല, അതുകൊണ്ട് ഞാൻ പൊടിയാണ് കേട്ടോ ചേർത്തത്. നമ്മൾ ആ ഒരു പേസ്റ്റും ആ ജാറ് കഴുകിയ വെള്ളവും കുറച്ച് ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാൻ മടി കാണിക്കേണ്ട, നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യുക. ആ മിക്സിങ്ങിൽ വേണം സംഭവം നല്ല വെന്ത് കിട്ടാൻ. അപ്പോൾ അതേപോലെ നല്ല മിക്സ് ചെയ്യുക. ശേഷം 1 സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ എൻ്റെ മണ്ടക്കൂടെ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കുക്കർ വിസിലൊക്കെ ഇട്ട് അടുപ്പത്ത് വെക്കുക. നല്ല ഇളം മട്ടനൊക്കെ ആണെങ്കിൽ 1 വിസിലിൽ സംഭവം വെന്ത് കിട്ടും. അല്ലെങ്കിൽ ഒരു 3-4 ഒരു 5-6 വിസിൽ പോയിക്കോട്ടെ, അപ്പോഴത്തേക്കിനും വെന്തൊക്കെ കിട്ടും. അപ്പോൾ ഇത് അങ്ങനെ അടിച്ച് വെന്തതാണ് കേട്ടോ. ഒരു 6 വിസിൽ എനിക്ക് വേണ്ടി വന്നു. അപ്പോൾ നമ്മൾ വിസിലൊക്കെ അടിച്ച് കഴിഞ്ഞപ്പോൾ ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അല്ലാതെ മീറ്റിൽ നിന്നും കുറച്ച് വെള്ളം കൂടി വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ കറിക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം ആയിട്ടുണ്ട്. അഡീഷണൽ വെള്ളം നമുക്ക് ചേർക്കേണ്ട ആവശ്യം വന്നില്ല. അത് ഞാൻ മാറ്റി വെച്ചു. പിന്നെ ഒരു ചട്ടിക്കകത്തേക്ക് ഒരിച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ ചെറിയ ഉള്ളി ഉണ്ടല്ലോ, ചെറിയ ഉള്ളിയാണ് കേട്ടോ ഇതിന് ബെസ്റ്റ്. നമുക്കിപ്പോൾ ചെറിയ ഉള്ളി നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ സവാള ചേർക്കുക, ഒരു 2 സവാള ചേർക്കാവുന്നേ നിർവാഹമുള്ളൂ. പക്ഷേ ടേസ്റ്റ് ചെറിയ ഉള്ളിക്കാണ്. അപ്പോൾ കുറച്ച് കൂടുതൽ തന്നെ ചെറിയ ഉള്ളി അരിഞ്ഞ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി മട്ടനകത്ത് നല്ല ഫാറ്റ് ഉണ്ടാവും. ആ ഉരുകി വന്ന ഫാറ്റ് ഇട്ടിട്ടാണ് കേട്ടോ ഞാനിതിങ്ങനെ വരട്ടി എടുത്തത്. ഈ ഒരു ബ്രൗൺ കളറിൽ കിട്ടിയാൽ മതി. അപ്പോൾ ആ ഒരു ഓയിലിൽ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്ന കാരണം ഇതിനും ആ ഒരു ടേസ്റ്റ് കിട്ടും, അതുകൊണ്ടാണ്. പിന്നെ ഒന്ന് വാടിക്കഴിയുമ്പോൾ ഒരു 3 സ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു 2.5 സ്പൂൺ മല്ലിപ്പൊടി, അതേപോലെ തന്നെ 1 സ്പൂൺ 1 അല്ലെങ്കിൽ 2 സ്പൂൺ മട്ടൻ മസാല, 2 സ്പൂൺ ചേർത്തിട്ടുണ്ട് കേട്ടോ. 2 സ്പൂൺ മട്ടൻ മസാലയും കൂടെ ചേർത്തിട്ട് ഒന്ന് നല്ലപോലെ മൂപ്പിച്ചെടുക്കുക. വേറെ മസാല ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഗരം മസാല ആഡ് ചെയ്യുക കേട്ടോ. അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ഞാൻ ചേർത്തിട്ടില്ല. ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കിനും നമ്മൾ കുക്കറിൽ അടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു മീറ്റും കൂടെ മട്ടനും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. ഓൾറെഡി നമുക്ക് ആ കറിക്ക് ആവശ്യമായിട്ടുള്ള ഫുൾ വെള്ളം അതിനകത്ത് തന്നെ ഉണ്ടായിരുന്ന കാരണം ഞാൻ അഡീഷണൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം ആഡ് ചെയ്യാം. അത് കഴിഞ്ഞ് മൂടി വെച്ച് തുറന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മുടെ കറി ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട്. ഈ ഒരു സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അല്ലാത്ത പക്ഷം ഞാൻ ചേർക്കുന്ന പോലെ ഒരു പിടി നമ്മുടെ മല്ലിയില ഉണ്ടല്ലോ, അത് ചേർക്കുക. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് തേങ്ങ എടുത്തിട്ട് അതിൻ്റെ 1/4 പാൽ എടുക്കുക. നമുക്ക് 2/2 പാലൊന്നും ആവശ്യമില്ല, 1/4 പാൽ മതി. അപ്പോൾ അതിനനുസരിച്ചിട്ട് വളരെ കുറച്ച് തേങ്ങ എടുത്താലും മതി. അരമുറി തേങ്ങ ഒന്നും എടുക്കണ്ട, അതിൻ്റെ പകുതിയൊക്കെ എടുത്താൽ മതി. എന്നിട്ട് അത് അരച്ചിട്ട് അതിൻ്റെ 1/4 പാൽ എടുത്ത് നമ്മുടെ ഈ കറിക്കകത്തേക്ക് ഒഴിച്ച് ഒന്നും കൂടെ ഇളക്കി കുറച്ച് നേരം കൂടെ മൂടി വെച്ച് വേവിച്ചെടുക്കുക. അത് കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ തിളയൊക്കെ വന്ന് നമ്മുടെ കറി ഓൾമോസ്റ്റ് സെറ്റായി കഴിയുമ്പോഴത്തേക്കിനും ഒരു താളിപ്പും കൂടെ ചെയ്യണം കേട്ടോ. അത് നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പം ഒരു 2-3 അല്ലി കുഞ്ഞുള്ളി ഉണ്ടല്ലോ, അതരിഞ്ഞ് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുക. നമ്മൾ മീൻകറിക്കൊക്കെ താളിക്കത്തില്ല, അതേപോലെ അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നല്ലോണം ഒന്ന് ചുറ്റിക്കറക്കി എടുത്ത് നമ്മൾ ഓൾറെഡി എല്ലാം സെറ്റായി കഴിഞ്ഞ് എണ്ണയൊക്കെ തെളിഞ്ഞിരിക്കുന്ന ആ കറിയുടെ മണ്ടയ്ക്ക് ഇതിങ്ങനെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു മണം വരും കേട്ടോ. സൂപ്പർ സാധനമാണ് ഇത് ഇളക്കി കഴിയുമ്പോൾ. ഇങ്ങനെ ഒന്ന് വേണമെങ്കിൽ എനിക്കൊന്ന് മൂടി വെക്കാം കേട്ടോ. ഞാൻ മൂടിയൊന്നും വെച്ചില്ല, ജസ്റ്റ് അങ്ങനെ തന്നെ ഇട്ട് നല്ലോണം ഒന്ന് അത് ഇളക്കി എടുത്ത് കഴിഞ്ഞ് നമ്മുടെ ഗീ റൈസ് നല്ല നെയ്ച്ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ പൊറോട്ടയുടെ കൂടെയോ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയൊക്കെ എന്തിൻ്റെ കൂടെയും പോകും. അടിപൊളി ഡിഷാണ് കേട്ടോ. ഞാൻ അത്രയും 100% ഷുവർ പറയാണ്, സൂപ്പർ സാധനമാണ്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് കാണുന്നവർ അത്രയും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.